കാസർകോട്ടെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ കൊലപാതകം LDFിനെ പ്രതിരോധത്തിലാക്കിയത് കുറച്ചൊന്നുമല്ല. ഈ കൊലപാതകത്തോടുകൂടി പാർട്ടി മറുപടി പറയേണ്ടി വരുന്നത് 21 രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ്. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ഭയത്തിലാണ് പാർട്ടി ഇപ്പോൾ. വടക്ക് നിന്നും തെക്ക് നിന്നും ജാഥകൾ തുടങ്ങി പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള അനുകൂല സാഹചര്യം ഒരുക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്ക് ചർച്ചകൾ വഴിമാറുന്നത്. ഇത് പാർട്ടിയിൽ ഭയമുളവാക്കുന്നുണ്ട്. കാസർകോട്ടെ കൊലപാതകത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രതിരോധത്തിലാക്കും എന്ന കാര്യം ഇടതുമുന്നണിയിലെ നേതാക്കളിൽ ചിലർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അക്രമത്തെ CPM സംസ്ഥാന സെക്രട്ടറി അപലപിച്ചെങ്കിലും രാഷ്ട്രീയ പ്രത്യാഘാതം മറികടക്കാനുള്ള വഴികൾ തേടി വിയർക്കുകയാണ് പാർട്ടി. മുഖ്യമന്ത്രി AKG സെന്ററിലെത്തി 1 മണിക്കൂർ ചർച്ച നടത്തിയിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളെ ആരും ന്യായീകരിക്കുന്നില്ല എന്നും ഇത് തടയാൻ എല്ലാ കക്ഷികൾക്കും ബാധ്യതയുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. പയ്യന്നൂർ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് പിണറായി പറയുന്നത്. ഇതൊന്നും ഒരു ന്യായീകരണമായി കണക്കാക്കാനാകില്ല. പോലീസിന്റെ FIR എല്ലാം വ്യക്തമാണ്. എന്നാൽ അക്രമവുമായി ബന്ധമില്ല എന്ന ഏരിയ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതുകൂടാതെ വടക്കു നിന്നും തെക്കു നിന്നും ജാഥകൾ തുടങ്ങി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്ക് ചർച്ചകൾ വഴിമാറുന്നത്. ജാഥ തന്നെ ഒരു ദിവസം നിർത്തിവച്ചു. എതിർപക്ഷത്തെ കടന്നാക്രമിച്ച് മുന്നേറിയ കൊടിയേരിക്കും കാനത്തിനും ഇനി രാഷ്ട്രീയ അക്രമങ്ങൾക്ക് സമാധാനം പറഞ്ഞ് പ്രതിരോധത്തിൽ ഊന്നേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാരിന്റെ 1000 ദിവസം ആഘോഷിച്ച് ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നത് തൽക്കാലം ഉദ്ദേശിച്ച ഫലം ചെയ്യില്ല എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. മുന്നണിയിൽ നേരിടുന്ന പ്രശ്നം ഗുരുതരമായ രാഷ്ട്രീയ സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രി നേരിട്ട് AKG സെന്ററിലെത്തി. കൊടിയേരിയുമായുള്ള ചർച്ചകൾ 1 മണിക്കൂർ വരെ നീണ്ടുനിന്നു. പ്രതിപക്ഷത്തിന് ആയുധം വിട്ടുകൊടുത്തതിലുള്ള എതിർപ്പ് CPIM മറച്ചുവെക്കുന്നില്ല. ചർച്ച അക്രമ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുമ്പോൾ സർക്കാർ സമാധാനം പറയേണ്ടി വരിക ഇടതു സർക്കാരിന്റെ കാലത്തെ 21 രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ്. ഇതിൽ 12 പേർ BJPക്കാരാണ്. ഒരു CPM വിമതൻ, 3 കോൺഗ്രസുകാർ, 3 CPMകാർ, 2 മുസ്ലിം ലീഗുകാർ എന്നിങ്ങനെയാണ് കൊലക്കത്തിക്കിരയായവരുടെ രാഷ്ട്രീയം. ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിലാണ്. 10 പേരാണ് കണ്ണൂരിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിന്റെ പേരിൽ കലാപം സൃഷ്ടിക്കാൻ ഞങ്ങളില്ല എന്നാണ് KPCC വൈസ് പ്രസിഡന്റ് AK മാണി പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കൊലയാളികളെ കണ്ടെത്തുന്നതിന് സർക്കാർ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തങ്ങളുടെ യുവാക്കളെ കലാപം സൃഷ്ടിക്കാൻ അയച്ച് അവരുടെ ജീവൻ കളയുന്നതിന് പാർട്ടി തയ്യാറല്ല എന്നാണ് മാണി പ്രതികരിച്ചത്. അഭിമന്യുവിന്റെ വിയോഗത്തിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകർ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ആരും മറന്നിട്ടില്ല എന്നും AK മാണി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.